ഇന്ത്യയിലെ വോട്ടർമാരുടെ പങ്കാളിത്തം കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് US ഏജൻസികൾ നൽകി വന്ന പണം വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചതോടെ BJPയുടെ യഥാർത്ഥ മുഖം പുറത്തുവന്നതായി കോൺഗ്രസ് പറയുന്നുണ്ട്. USAID $21 മില്യൺ തെരഞ്ഞെടുപ്പുകൾക്കായി മാറ്റിവെച്ചത്. എന്നാൽ പിന്നീട് അത് റദ്ദാക്കുകയായിരുന്നു. BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി USAIDയുടെ അംബാസിഡറായിരുന്നു. അതോടെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് എന്ന USAIDയുടെ സ്മൃതി ഇറാനിയുടെ മുൻകാല ബന്ധത്തെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത്. ലോകാരോഗ്യ സംഘടനയായ WHO നടത്തുന്ന ഒരു പ്രോഗ്രാമിനായി USAIDയുടെ ഇന്ത്യയിലെ ഗുഡ്വിൽ അംബാസിഡർ എന്ന നിലയിൽ സ്മൃതി ഇറാനിയുടെ പങ്ക് സൂചിപ്പിക്കുന്ന പഴയ രേഖകൾ കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. USAIDയുടെ ഇന്ത്യയിലെ ഗുഡ്വിൽ അംബാസിഡർ എന്ന നിലയിൽ സ്മൃതി ഇറാനി നടത്തിയ പ്രവർത്തനങ്ങളുടെ രേഖകളും സർക്കാർ വെബ്സൈറ്റിലെ ഇറാനിയുടെ പ്രൊഫൈൽ ചിത്രങ്ങളും പുറത്തായതോടെ ആകെ വെട്ടിലായിരിക്കുകയാണ് സ്മൃതി ഇറാനിയും BJP. കോൺഗ്രസ് നേതാവും കർണാടക മന്ത്രിയുമായ പ്രിയങ്ക് ഖാർഗെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് സ്മൃതി ഇറാനിയുടെ ബയോയിൽ അവർ ഇന്ത്യയിലെ USAIDയുടെ ഗുഡ്വിൽ അംബാസിഡറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിരുന്നു. BJPക്കാർ ജോർജ് സോറസിന്റെ യഥാർത്ഥ ഏജന്റുമാരാണെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രിയങ്ക് ഖാർഗെ ഈ വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഈ വെളിപ്പെടുത്തൽ BJPക്കുള്ളിൽ ചൂടേറിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടതോടെ പുതിയ ക്യാപ്സ്യൂളുമായി ഇറങ്ങിക്കഴിഞ്ഞു BJP. ഒരു നടി എന്ന നിലയിൽ സ്മൃതി ഇറാനിയുടെ ജനപ്രീതി കണക്കിലെടുത്താണ് 2002 മുതൽ 2005 വരെ അവർ ഗുഡ്വിൽ അംബാസിഡറായി നിയമിക്കപ്പെട്ടത് എന്നതാണ് കോൺഗ്രസിന്റെ അവകാശവാദങ്ങൾക്ക് മറുപടിയായി BJP വ്യക്തമാക്കിയിരിക്കുന്നത്. സ്മൃതി ഇറാനിയിലൂടെ BJPക്ക് വലിയ ആരോപണങ്ങൾ ഏൽക്കേണ്ടി വന്നതോടെ സ്മൃതിയെ തള്ളുന്ന സമീപനമാണ് ഇപ്പോൾ BJPയുടെ ദേശീയ നേതൃത്വം കൈക്കൊള്ളുന്നത്. ഡൽഹിയിൽ നിന്നും തഴയപ്പെട്ട സ്മൃതി ഇപ്പോൾ BJPയുടെ ദേശീയ തലത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടേക്കാനുള്ള സാധ്യതയും ഏറി വരികയാണ്.